നമസ്കാരം. കേരള സ്റ്റോറി 2 ട്രെയിലർ വന്ന് 3 ദിവസം പിന്നിട്ട ഘട്ടത്തിൽ ഇന്നത്തെ സംഭവങ്ങൾ എന്താണ് എന്നുള്ള ആകാംക്ഷ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കേരള സ്റ്റോറി ഉത്തരേന്ത്യയെ ലക്ഷ്യമിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിലും കേരളത്തെക്കുറിച്ച് അപകീർത്തികരമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പം എന്താണ് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ള ചർച്ച പ്രസക്തമാണ്. എന്നാൽ കേരള സ്റ്റോറിക്ക് എതിരെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ എന്തിനാണ് അതവർ പ്രചരിപ്പിച്ചോട്ടെ, നമ്മൾ അതിനെ പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് ആളുകൾ അടുക്കുകയാണോ എന്നുള്ള തോന്നലാണ് ഉണ്ടാവുന്നത്. അതായത് പഴയ കാലത്തിലും വ്യത്യസ്തമായി ഒരു ഭൂരിപക്ഷ വോട്ടിനെ ഭയന്ന്, സംഘപരിവാർ നറേറ്റീവിനെ ഭയന്ന് മിണ്ടാതിരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് ഉണ്ട് എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ. നിലവിൽ ഈ കാര്യത്തോട് ഇടതുപക്ഷത്തു നിന്നും കടുത്ത വിയോജിപ്പുകൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി ദേശീയ തലത്തിൽ തന്നെ അതിന് വാർത്താ പ്രാധാന്യം ലഭിച്ചു. ഒപ്പം DYFI ഈ ഘട്ടത്തിൽ പഴയതുപോലെ ബീഫ് ഫെസ്റ്റുമായി DYFI SFI സംഘടനകൾ രംഗത്ത് വരുന്നു. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് എതിരായി നിലപാട് എടുക്കേണ്ട ആളുകൾ കൃത്യമായി നിലപാടെടുക്കുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായി നിലപാടെടുക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉന്നയിക്കപ്പെടുന്നത് ഇപ്പോൾ കനകോലു സ്ട്രാറ്റജിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF സ്വീകരിക്കുന്നത്. അവരുടെ സർവേ പ്രകാരം കേരളത്തിൽ നിലവിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭരണത്തിലേറുന്നതിന് വേണ്ടി മധ്യ കേരളത്തിൽ ക്രൈസ്തവ വരേണ്യ ഹിന്ദു വോട്ടുകൾ നിർണായകമാണ്. അത് തങ്ങൾക്ക് ഇതുവരെ ലഭിക്കുമെന്ന് ഉള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടുമോ കേരള സ്റ്റോറി എതിർത്താൽ എന്നുള്ള ഭീതിയാണ് ഈ ഘട്ടത്തിൽ UDF നേതൃത്വം പ്രതികരിക്കാതിരിക്കാൻ കാരണം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം. അവിടെ തന്നെ അതിനോട് ചേർത്ത് വായിക്കാവുന്ന ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് MSFൻ്റെ പ്രതികരണം, CK നജാഫിൻ്റെ പ്രതികരണം വന്നു. ഇങ്ങനെ ബീഫ് ഫെസ്റ്റൊക്കെ നടത്തി ആളുകളെ എന്തിനാണ് പ്രകോപിപ്പിക്കുന്നത് എന്നാണ്. അവരവരുടെ സിനിമ കളിച്ചു പോട്ടെ, നമ്മൾ അതിനോട് എതിർക്കാനോ അനുകൂലിക്കാനോ പോകണ്ട, അവരുടെ നിലപാടിനെ നമ്മൾ ബുദ്ധിമുട്ടിലാക്കണ്ട എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബീഫ് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിക്കുന്നതൊക്കെ മോശമാണ് എന്നുള്ള മട്ടിലാണ് MSF മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കരുത്തുള്ള യുവജന സംഘടന പറയുന്നത്. ഈ ഘട്ടത്തിലാണ് BD സതീശനെ പോലുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്നത്. അതേസമയം BJP ഇത് പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യം, എല്ലാവരും കാണണം എന്നുള്ള ആവശ്യത്തിലേക്ക് വന്നു. രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ കേരളത്തെ അപമാനിക്കരുത് എന്ന് പറഞ്ഞ് നിയമ നടപടികളിലേക്കും കടക്കുന്ന സംഭവബഹുലമായ സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ 2 പ്രതികരണങ്ങൾ നമ്മൾ കാണണം. അതിൽ ഒന്നാമത്തേത് കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നടന്ന ഒരു പരിപാടിയിൽ വേടൻ നടത്തിയ പ്രതികരണമാണ്. കേരളത്തിൻ്റെ മനസാക്ഷിയെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രതികരണമാണ്. ഇവർ ഇങ്ങനെ ഈ ഘട്ടത്തിൽ ചെയ്യുമ്പോൾ നമുക്കെതിരെ, അവർക്ക് പ്രവേശനം കിട്ടാത്തൊരു പ്രദേശത്തിനെതിരെ ഇതിനപ്പുറത്തും എന്തും ചെയ്യാൻ മടിക്കാത്ത സംഘമായി മാറുകയാണ് എന്ന് വേടൻ ഒരു പ്രതികരണം നടത്തി. അതാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇത്രയും വെറുപ്പോട് കൂടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇത്രയും ദേഷ്യം നമ്മളോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് നമ്മുടെ നേതൃത്വം. മനസ്സിലായോ? ശ്രദ്ധിച്ച് കണ്ട് ജീവിച്ചോളാം. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തോളാം. പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നോക്കിയോ, ഇല്ലെങ്കിൽ കുമ്മര ആദ്യം അടിക്കാൻ പോകണം നമ്മളെ. എനിക്കിത് പറയാതിരിക്കാൻ, എനിക്ക് പാട്ട് പാടിയിട്ട് കാശ് വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നു. എനിക്കിത് പറയാതിരിക്കാനും പറ്റുന്നേ. അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റാത്തതുണ്ടല്ലോ. നിങ്ങളെല്ലാവരും എന്റെ സഹമനുഷ്യരാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ വന്ന് പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്നായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നമ്മളെ ഒരുപാട് തവണ പരിശോധിച്ചപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച്. അന്ന് നമ്മളിതൊന്നും കണ്ടില്ല. കണ്ട മക്കളെ, നമ്മളൊരു സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ ഇവന്മാര് ചെയ്യണ പണി കണ്ട. മര്യാദയ്ക്ക് സിനിമ കാണണേലും ഒരു രാഷ്ട്രീയം കണ്ടോളാം നിങ്ങൾ. അവന്മാരെ ഭക്ഷണ രാഷ്ട്രീയം കൊണ്ട് വന്നേക്കാം അവന്മാര് കേരളത്തിൽ. വേടൻ്റെ പ്രതികരണത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മൾ പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. എന്നാൽ ഇതിൽ കുടുങ്ങണ്ട, അങ്ങനെ പ്രതികരിച്ച് ഉള്ള വോട്ട് നഷ്ടപ്പെടുത്തേണ്ട. മലബാറിലെ യാത്രയ്ക്ക് ശേഷം മധ്യ കേരളത്തിലെത്തിയ VD സതീശൻ, UDF ഒക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. അതിന് ഗുരുതരമായ ആക്ഷേപമായി ചില പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഗായത്രി ബാബു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തെ ഉദാഹരിച്ചുകൊണ്ട് മിശ്ര വിവാഹത്തിൻ്റെ
ഉദാഹരണ കഥ പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വരികയുണ്ടായി. അതായത് മുസ്ലിം ലവ് ജിഹാദ് പയറ്റിക്കൊണ്ട് മുസ്ലിങ്ങൾ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് മതം മാറ്റുന്നു എന്നുള്ളതാണല്ലോ ഒരു പ്രധാന തീവ്രവാദത്തിന് വേണ്ടി മതം മാറ്റി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു കേരള സ്റ്റോറിയുടെ ഒരു കുറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ ഗുരുതരമായ കേരളത്തെ അപമാനിക്കുന്ന ഒരു ആക്ഷേപം. രണ്ടാമത്തേത് നിർബന്ധമായി രാവിലെ എണീച്ച് വീട്ടിൽ മുമ്പിൽ വരുമ്പോൾ മുസ്ലിങ്ങൾ വന്ന് നിങ്ങളെ വായിൽ ബീഫ് കുത്തിത്തിരികും എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളെ അപ്രസക്തമാക്കും വിധത്തിലുള്ള ഒരു അനുഭവം അവർ പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഗായത്രി ബാബു ഫേസ്ബുക്കിൽ നിലവിലെ രാഷ്ട്രീയ പ്രതികരണങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ കൂടി നടത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: കേരള സ്റ്റോറി എന്ന ഒരു പ്രൊപ്പഗണ്ട സിനിമയെ കളിയാക്കിക്കൊണ്ട് കേരളത്തിലെ യുവാക്കൾ ഇൻസ്റ്റഗ്രാം ഇളക്കി മറിക്കുകയാണ്. അതിനിടയിൽ രാഷ്ട്രീയ നേതാക്കളിൽ ആരൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ അപമാനിക്കുന്ന ഈ സിനിമയ്ക്കെതിരെ യുവാക്കൾക്ക് പ്രതിരോധം തീർക്കാൻ പാകത്തിൽ രംഗത്ത് വന്നു എന്ന് നോക്കുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മുഴുവൻ ഷെയർ ചെയ്യപ്പെട്ടത് പിണറായിയുടെ വളരെ സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെൻറ്റാണ്, വള്ളി പുള്ളി വിടാതെ എല്ലാം പറഞ്ഞത്. എന്നാൽ യുവാക്കളുടെ പൾസ് അറിയുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ഷാഫി പറമ്പിൽ ഒപ്പം വി ഡി സതീശൻ, UDF പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുടെ പ്രൊഫൈൽ ഞാൻ നോക്കി. ഒരൊറ്റ വരി അതിലില്ല. കേരളത്തെ ഉത്ബോധിപ്പിക്കാനാണ് ഇവിടെ വന്ന് ജയിച്ചുപോയ പ്രിയങ്ക ഗാന്ധി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ വായിൽ പഴംപൊരിയായിരിക്കും. അവിടെ എന്തോ ഫാൻസി ഡ്രസ്സ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കനകോലു എന്ന് പറയുന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് പറയുന്നതിനനുസരിച്ചാണ് ഇവർ അനങ്ങുക. ഒരു പോസ്റ്റിട്ട ചിഹ്നത്തിലെ സംഖ്യകൾ തെറി കൊണ്ട് മൂടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കോൺഗ്രസ് സൈബർ പടയും ഫേക്ക് ഐഡികളൊന്നും അവിടെ സംരക്ഷണത്തിന് ഇല്ല. കാരണം യൂത്ത് കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല, UDFിൻ്റെ പേജിലും ഇല്ല. പഴംപൊരിയും ബീഫും നല്ല കോംബോ ആണ്. എന്നിട്ടും ബീഫിനെ പറ്റി പോലും പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അത് ഇടപെടേണ്ട എന്നാണ് കനകോലുവിൻ്റെ താല്പര്യം എന്ന് തോന്നുന്നു. മിശ്ര വിവാഹങ്ങളെപ്പറ്റി പല അഭിപ്രായങ്ങളും കുടുംബങ്ങൾക്കകത്തുണ്ട്. അത് ആരോഗ്യപരമായി നടന്നോട്ടെ. പക്ഷേ വല്ലവൻ്റെയും ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ നടക്കുന്ന രണ്ട് കൂട്ടരേ ഉള്ളൂ. മിശ്ര വിവാഹം വ്യഭിചാരമാണെന്ന് പറയുന്ന മുസ്ലിം ലീഗും വർഗീയവൽക്കരിക്കുന്ന RSSും. അതിനെ എല്ലാം ഒക്കത്തിരുത്തി മതവർഗീയ വോട്ടുകൾ കണക്ക് കൂട്ടി കനകോലു പറഞ്ഞു കൊടുക്കുന്നതനുസരിക്കാണ് ഇവന്മാർ ഇരിക്കുന്നത്. കഷ്ടം എന്ന് പറയാതെ വയ്യ. വർഗീയതയോട് പോരാടി വീരാളി പട്ടുപൊതച്ച് കിടക്കുമെന്ന് ഗീർവാണം വിടുന്ന വി ഡി സതീശൻ കനകോലുവിൻ്റെ വർഗീയ വോട്ടുകളുടെ കണക്ക് കൂട്ടലുകൾക്ക് അനുസരിച്ചാണ് നടക്കുന്നത്. കനകോലു വരച്ച വരയിൽ നിൽക്കും. ആടാൻ പറഞ്ഞാൽ ആടും, ചാടാൻ പറഞ്ഞാൽ ചാടും. ഗുജറാത്തിൽ മോദിയെ മുഖ്യമന്ത്രിയാക്കാൻ തന്ത്രം മെനഞ്ഞ കനകോലു, 2014 മോദിയെ ഇന്ത്യ ഭരിക്കാൻ തന്ത്രം മെനഞ്ഞ കനകോലു, കേരളത്തിൽ ഇപ്പോൾ UDFിന് വേണ്ടി നമ്മുടെ നാടിനെ ഈ വർഗീയവാദികളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ നടക്കുകയാണ്. ഈ വരാൻ പോകുന്ന ഇലക്ഷൻ LDFും UDFും തമ്മിലല്ല, കനകോലുവും മലയാളികളും തമ്മിലാണ്. അപ്പോൾ പ്രിയപ്പെട്ട യുവാക്കളെ, മമ്മൂട്ടി ഉണ്ട സിനിമയിൽ പറഞ്ഞതുപോലെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഗായത്രി ബാബു പറയുന്നത്. ഒരർത്ഥത്തിൽ പ്രസക്തമായതും ചിന്തിക്കാൻ പല രീതിയിൽ പ്രേരിപ്പിക്കുന്നതുമായ പോയിൻ്റാണ് അവർ ഉന്നയിക്കുന്നത്. കേരളത്തിൽ ഇത്ര വലിയ അപമാനകരമായ പ്രചരണം നടക്കുമ്പോഴും അതിന് ഒപ്പം നിൽക്കുന്നവരെ എതിർക്കാതെ, അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഉന്നയിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എതിർക്കാതെ, അതിനെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാതെ രാഷ്ട്രീയമായി എന്ത് നേടാനാണ് എന്നുള്ളതാണ്. അത് ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായി തൽക്കാലം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കടക്കുന്നില്ല. അതിന് പകരം ഇനി അവർ വരാൻ പോകുന്നത്, പ്രതിപക്ഷ നേതാവ് വരാൻ പോകുന്നത് കേരള സ്റ്റോറിയെ എതിർക്കുന്നത് ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയാണ് എന്നുള്ള വാദവും ഉന്നയിച്ചുകൊണ്ടാണ് വരാൻ സാധ്യത. പണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കാൻ വന്ന ഘട്ടത്തിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പോകാൻ വേണ്ടി തീരുമാനിച്ച വാർത്ത വന്ന ഘട്ടത്തിൽ സീതാറാം യെച്ചൂരി ആദ്യം തന്നെ ക്ഷണവുമായി എത്തിയ ആളുകളെ അപ്പം തന്നെ തിരിച്ചു പറഞ്ഞയച്ചത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയാണ്, അന്ന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഏതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. സ്വാഭാവികമായും കേരള സ്റ്റോറിക്കെതിരായ എതിർപ്പുകളെ ഇനി ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി എതിർക്കുന്നതാണ് എന്നുള്ള ആഖ്യാനത്തിന് മുതിർന്നാൽ നമുക്കതിനെ കുറ്റം പറയാൻ കഴിയില്ല. അദ്ദേഹം കനകോലു UDF സ്ട്രാറ്റജി ആണോ പയറ്റുന്നത് എന്നുള്ള സംശയത്തിന് ഇട നൽകുന്ന, അങ്ങനെ ഒരു ആഖ്യാനത്തിന് ഇട നൽകുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.